ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഒരിക്കൽ സ്വന്തമായിരുന്ന ഒരു കാര്യം നഷ്ടപ്പെടുന്നതാണ്. നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതിലേക്ക് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടും, നമ്മളുടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾക്കത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പോകുന്ന യാത്രയിൽ നമ്മൾക്കറിയാം, ചിലപ്പോൾ അതെനിക്കത് കിട്ടാതിരിക്കാം. അത് പണമാകാം, ഒരു അവസരമാകാം, ചില മനുഷ്യരാകാം. ഞാൻ നേടിയെടുക്കുന്ന എൻ്റെ യാത്രയിൽ അത് കിട്ടിയില്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വിൽ പവറും കൂടെ എൻ്റെ മനസ്സിന് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. എന്നാൽ ഒരിക്കൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ട ഒരാൾക്ക് ആ ഒരു വിൽ പവർ അത്ര തന്നെ കുറവായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് നമ്മൾ നേടിയെടുത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ മൊമെന്റ്സും അന്നത്തെ മെമ്മറീസും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം അതെന്നും ഒരു മിസ്സിംഗ് ആണ്. അതിനി എന്തൊക്കെ ചിലപ്പം അതിനേക്കാൾ നേടിയെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ചിലപ്പോൾ നേടിയില്ലെങ്കിലും, ഇതൊരു ഗ്യാപ്പായിട്ട് എന്നും കെടുക്കുന്നുള്ളതാണ്. ഇങ്ങനൊരു കാര്യം അത് ലൈഫിൽ ഉണ്ടായവർക്ക് അത് പെട്ടെന്ന് കണക്റ്റ് ആവും. ആ ഒരു ഫീല് നമ്മൾക്കൊരാളോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അതിനേക്കാളും നല്ല വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു ലൈഫിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. പക്ഷെ എവിടെയോ ഒരു മിസ്സിംഗ് ആണ്. കാരണം കിട്ടാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ നഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും വികാരങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ശൂന്യത ഓരോ ദിവസവും നമ്മളെ വേദനിപ്പിക്കുന്നത്. പക്ഷെ ഒരു സത്യമുണ്ട്, ചില നഷ്ടങ്ങൾ തിരികെ വരില്ല. എന്നാൽ ആ നഷ്ടത്തിന് ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ നിർവചിക്കുന്നത്.